ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും +2 എക്കണോമിക്സിൻ്റെ ഒരു പുതിയ വീഡിയോ ലെസണിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡിമാൻഡ്, അതേപോലെ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് കർവ്, ചോദന വക്രം, അതേപോലെ ലീനിയർ ഡിമാൻഡ്, രേഖീയ ചോദനം, അതേപോലെ ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, ഡിമാൻഡ് കർവിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിമാൻഡ് കർവ്. നമുക്കറിയാം ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ബന്ധം എന്താണ്. നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചതാണ്. ദർ ഈസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് ഡിമാൻഡ് ഓർ ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഒരു സാധനത്തിൻ്റെ വിലയും ആ സാധനത്തിൻ്റെ ഡിമാൻഡും തമ്മിൽ എന്താണ്? ഒരു നെഗറ്റീവ് റിലേഷനാണ് അല്ലേ? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. ഒരു നെഗറ്റീവ് റിലേഷനാണ്. ഓക്കെ, ആ നെഗറ്റീവ് റിലേഷൻ ഒരു ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ദ ഡിമാൻഡ് കർവ് ഷോസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഒരു സാധനത്തിൻ്റെ വിലയും അതിൻ്റെ ഡിമാൻഡും തമ്മിലുള്ള വിപരീത ബന്ധം കാണിക്കുന്ന വക്രത്തിനെയാണ് നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താണ്, ഒരു ചോദന വക്രത്തിൻ്റെ ആകൃതി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളൊരു ഡിമാൻഡ് കർവ് വരക്കുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം x ആക്സിസിൽ. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളൊരു ഡിമാൻഡ് കർവ് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിമാൻഡ് കർവിൻ്റെ x ആക്സിസിൽ നമ്മൾ എടുക്കുക ക്വാണ്ടിറ്റി ഡിമാൻഡാണ്, അതേപോലെ y ആക്സിസിൽ എടുക്കുക പ്രൈസാണ്, ആ സാധനത്തിൻ്റെ പ്രൈസാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എക്കണോമിക്സിൽ നമ്മളൊരു ഡയഗ്രാം വരക്കുമ്പോൾ അതിൽ എക്സിലോ വൈയിലോ പ്രൈസ് നമുക്ക് അളക്കാനുണ്ടെങ്കിൽ ആ പ്രൈസ് എപ്പോഴും വരിക എവിടെയാണ്? y ആക്സിസിലാണ്, മുകളിലാണ് പ്രൈസ് വരിക. അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇവിടെ വൈയിൽ നമ്മൾ പ്രൈസ് എടുത്തു, എക്സിൽ നമ്മൾ ഡിമാൻഡ് എടുത്തു. ഓക്കെ, ഈ ഒറിജിൻ. അപ്പോൾ ഇതാണ് ഈ ഡി എന്ന് പറയുന്നതാണ് ഡിമാൻഡ് കർവ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത് നിന്ന് വലത്തേക്ക് താഴേക്ക് ചെരിഞ്ഞ ഒരു ആകൃതിയാണ് എന്തിനുള്ളത്? ഡിമാൻഡ് കർവിനുള്ളത്. അത് എന്തുകൊണ്ടാണ് അതിന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വരാൻ കാരണം? പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വരാൻ കാരണം. നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് OP ആണെന്ന് കരുതുക. ഇത്രയും രൂപയാണ് പ്രൈസ് എന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഡിമാൻഡ് ഉണ്ട്? നമ്മൾ ഡിമാൻഡ് ഇതേപോലെ കാണും, OQ. ഇത്രയും എന്താണ്? അതിൻ്റെ ഡിമാൻഡാണ്. OP പ്രൈസിൽ ഡിമാൻഡ് എത്രയുണ്ട്? OQ ഉണ്ട്. ഇനി നമ്മൾ സപ്പോസ് ഇഫ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഈസ് ഡിക്രീസ്ഡ് ബൈ OP1, P1 ആയിട്ട് എന്ത് ചെയ്തു? വില കുറഞ്ഞു എന്ന് കരുതുക. ഇത്ര ഉണ്ടായിരുന്ന വില ഇത്രയായി കുറഞ്ഞു എന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് എന്തായിരിക്കും? ഡിമാൻഡ് എന്തായി? Q1 ആയിട്ട് എന്ത് ചെയ്തു? ഡിമാൻഡ് വർദ്ധിച്ചു. കണ്ടോ, വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് എന്തായി? വർദ്ധിച്ചു. വില കൂടിയാൽ ഡിമാൻഡ് എന്താവും? കുറയും. ആ ഒരു നെഗറ്റീവ് റിലേഷൻ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിമാൻഡ് കർവിനൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വന്നത്. അപ്പോൾ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അത് ആരും മറന്നു പോകരുത്. +2 എക്കണോമിക്സ് കംപ്ലീറ്റ് നമ്മൾക്ക് ആവശ്യമുള്ളതാണ്. ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് അറിഞ്ഞു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിമാൻഡ് കർവ് ഈസ് മേ ബി ലീനിയർ ഓർ നോൺ ലീനിയർ. ഡിമാൻഡ് കർവ് ഒന്നെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആവാം, നേർരേഖയാവാം, അതിനെയാണ് നമ്മൾ ലീനിയർ എന്ന് പറയാം. ഓർ നോൺ ലീനിയർ, അതൊരു നേർരേഖ അല്ലാതിരിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ വരച്ച ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഒരു നേർരേഖയല്ല, ഒരു കർവ് പോലെയാണ് അല്ലേ? കുറച്ച് വളവൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഡിമാൻഡ് കർവ് എന്താവാം? ഒരു ലീനിയർ ലൈൻ ആവാം.
നമ്മൾ ബജറ്റ് ലൈനിൽ പഠിച്ചതുപോലെ തന്നെ നമ്മൾ ബജറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലൈൻ പഠിച്ചിട്ടില്ലേ? ഇതല്ലേ നമ്മൾ ബജറ്റ് ലൈൻ പഠിച്ചത്. ഡിമാൻഡ് കർവും എന്ത് ചെയ്യാം, ഇതേപോലെ ഒരു ലീനിയർ ഡിമാൻഡ് കർവ് എന്നാണ് ഇതിന് പറയുക. ഡിമാൻഡ് കർവ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അതിനെ നമ്മൾ പറയും ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ലീനിയർ ഡിമാൻഡ് കർവ്. നമ്മളതിനെ പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് ദ ലീനിയർ ഡിമാൻഡ് കർവ് ഇക്വേഷൻ ഈസ് Q is equal to A minus BP. If the linear demand equation is Q is equal to A minus BP, then A is horizontal intercept and A by B is vertical intercept and the slope of demand curve is minus P എന്നാണ് പറയാം. അതായത് നമ്മുടെ ലീനിയർ ഡിമാൻഡിൻ്റെ ഇക്വേഷൻ എ മൈനസ് ബി പി എന്നാണ് എങ്കിൽ അതിൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റാണ്. മൈനസ് ബി എന്ന് പറയുന്നത് അതിൻ്റെ സ്ലോപ്പാണ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എ ബൈ ബി എന്നായിരിക്കും. നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഒന്ന് നോക്കാം. അതായത് ക്യൂ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് എ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഉദ്ദേശിക്കുക 10 മൈനസ് ബി എന്ന് പറയുന്നത് ഒരു 2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 10 മൈനസ് 2p എന്നായി മാറി ഡിമാൻഡിൻ്റെ ഇക്വേഷൻ. ഇവിടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്രയായിരിക്കും? 10 ആയിരിക്കും. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്രയായിരിക്കും? എ ബൈ ബി 10/2 എത്രയായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? മൈനസ് ബി, അതായത് -2 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു ലീനിയർ ഡിമാൻഡ് കർവ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? Q = A മൈനസ് ബി പി എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലീനിയർ ഡിമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കൊരു ലീനിയർ ഡിമാൻഡിൻ്റെ ഇക്വേഷൻ തരും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷൻ തന്നെ നോക്കാം. Q = 10 മൈനസ് 2p. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് പറയും ലീനിയർ ഡിമാൻഡ് കർവ് വരക്കുക. പ്രിപ്പയർ എ ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് ഡ്രോ എ ഡിമാൻഡ് കർവ്. ഒരു ഡിമാൻഡ് പട്ടിക തയ്യാറാക്കി ഡിമാൻഡ് കർവ് വരക്കുക എന്ന് പറയും. നമുക്ക് ആകെ തന്നിട്ടുള്ളത് എന്താണ്? Q = 10 മൈനസ് 2p. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി തരും. പ്രൈസ് എന്ന് പറയുന്നത് 0 മുതൽ 5 വരെയാണ്. അതായത് 0, 1, 2, 3, 4, 5 ഇങ്ങനെയാണ് പ്രൈസ്. Q ഈ ഒരു ഇക്വേഷൻ അതേപോലെ പ്രൈസ് എത്രയാണെന്ന് തോന്നുന്നു. നമ്മോട് പറയും എന്ത്? ഒരു ലീനിയർ ഡിമാൻഡ് കർവ് വരക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ടത് ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ തയ്യാറാക്കണം, ഡിമാൻഡ് പട്ടിക തയ്യാറാക്കണം. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിൽ 2 കോളായിരിക്കും ഉണ്ടാവുക. ഒന്ന് പ്രൈസ്, രണ്ടാമത്തത് ഡിമാൻഡ്. പ്രൈസ് അതേപോലെ ഡിമാൻഡ്, ഇതാണ് ഈ ഒരു പട്ടികയാണ് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയാം. ഇത് തയ്യാറാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഒരു ഡിമാൻഡ് കർവ് വരക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രൈസ് എന്ന് പറയുന്നത് 0 മുതൽ 5 വരെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് എഴുതി വെക്കുക. 0, 1, 2, 3, 4, 5 പ്രൈസ് എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡിമാൻഡ് കാണണം. ഡിമാൻഡ് കാണാൻ നമ്മുടെ ഡിമാൻഡ് ഇക്വേഷൻ ഉണ്ട്. Q = 10 മൈനസ് 2p. അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക. Q = 10 മൈനസ് 2p എന്നാണ് എന്ത്? ഡിമാൻഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, എങ്കിൽ 10 മൈനസ് 2p ആണല്ലോ ഡിമാൻഡാണ് നമുക്ക് കാണേണ്ടത്. 10 മൈനസ് 2 p എന്ന് പറയുന്നത് വ്യത്യസ്ത വിലകളാണ്. ആദ്യത്തേത് വില എത്രയാണ്? 0 ആണ്. അപ്പോൾ പിയുടെ സ്ഥാനത്ത് നമ്മൾ 0 കൊടുക്കും. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 2 × 0 0. പിന്നെ അവിടെ എന്തേ ഉള്ളൂ? 10 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ 10. രണ്ടാമത്തേത് എന്താണ്? 10 മൈനസ് 2 × p എന്നുള്ളിടത്ത് എത്രയായി? 0 ഉള്ളത് പിന്നെ എന്തായി? 1 ആയി. അപ്പോൾ 1. അപ്പോൾ 2 × 1 2. 10 മൈനസ് 2 എത്രയാണ്? 8 ആണ്. ഓക്കെ, ദെൻ 10 മൈനസ് 2 × 2 അടുത്തത് 2 ആണ്. 2 × 2 4. 10 മൈനസ് 4 6. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ഇക്വേഷനിൽ 10 മൈനസ് 2 × p
പി മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. പി നമുക്ക് 0 മുതൽ 5 വരെ എന്ത് ചെയ്യണം, പി നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. അടുത്തത് 10 മൈനസ് 2 ഇൻറ്റു പി എത്രയാണ് 3. അപ്പോൾ എത്രയായി? ആൻസർ 4 എന്ന് കിട്ടും. അടുത്തത് 10 മൈനസ് 2 ഇൻറ്റു 4. അപ്പോൾ ആൻസർ നമുക്ക് 2 എന്ന് കിട്ടി. ലാസ്റ്റ് വൺ 10 മൈനസ് 2 ഇൻറ്റു 5. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടി? 0 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമ്മുടെ ആ ഡിമാൻഡിൻ്റെ ലോ ഓഫ് ഡിമാൻഡ് പാലിക്കുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. പ്രൈസ് എന്താണ്? 0, 1, 2, 3, 4, 5 എന്ന പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് എന്തായി? 10, 8, 6 എന്ന് പറഞ്ഞ് ഡിമാൻഡ് എന്തായി? കുറഞ്ഞു വരികയും ചെയ്തു. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ തയ്യാറാക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡിമാൻഡ് ഷെഡ്യൂളിനനുസരിച്ചിട്ടുള്ള ഒരു ഡിമാൻഡ് കർവ് നമുക്ക് വരക്കാം. ഡിമാൻഡ് കർവ് വരക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് എവിടെയാണ് എടുക്കുക? പ്രൈസ് ഇവിടെ നമ്മൾ എടുക്കും. പ്രൈസ് 0 മുതൽ 5 വരെ പ്രൈസാണ്. അപ്പോൾ 1, 2, 3, 4, 5 പ്രൈസ് എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിമാൻഡ് എടുക്കണം. ഡിമാൻഡ് 0 മുതൽ ഏത് വരെ ഉണ്ട്? 10 വരെ ഉണ്ട്. അപ്പം ഇവിടെ ഡിമാൻഡ് എഴുതി 0 മുതൽ 10 വരെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിന് വേണ്ടി 2, 4, 6, 8, 10 എന്ന് തന്നെ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് 0 ആയപ്പോൾ ഡിമാൻഡ് എത്രയാണ്? 10 ആണ്. പ്രൈസ് 0, ഡിമാൻഡ് 10 അവിടെ. ശേഷം പ്രൈസ് 1 ആയപ്പോൾ ഡിമാൻഡ് എത്രയാണ്? 8 ആണ്. പ്രൈസ് 1, ഡിമാൻഡ് 8. ഓക്കെ, പ്രൈസ് 2 ആയപ്പോൾ ഡിമാൻഡ് 6. പ്രൈസ് 3 ആയപ്പോൾ ഡിമാൻഡ് 4 അല്ലേ? പ്രൈസ് 4 ആയപ്പോൾ ഡിമാൻഡ് 2. പ്രൈസ് 4, ഡിമാൻഡ് 2. പ്രൈസ് 5 ആയപ്പോൾ ഡിമാൻഡ് 0. പ്രൈസ് 5, ഡിമാൻഡ് 0. ഇത്രയായി. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ഒരു ലീനിയർ ഡിമാൻഡ് കർവ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ വരച്ച ഇത് സംഗതി ശരിയാണോ? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ശരിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എ ആണ്. നമ്മുടെ ഇക്വേഷനിൽ എ എത്രയാണ്? 10 ആണ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 10 തന്നെയാണ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എ ബൈ ബി ആണ്. എ 10 ബൈ ബി. 10 ബൈ ബി 2 = 5. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമുക്ക് കിട്ടിയത് 5 തന്നെയാണ്. അപ്പോൾ എന്തായി? നമ്മുടെ ലീനിയർ ഡിമാൻഡ് കർവ് ശരിയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ തന്നാൽ നമുക്കൊരു ലീനിയർ ഡിമാൻഡ് ഷെഡ്യൂള്, അതേപോലെ ഒരു ഡിമാൻഡ് കർവ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? വരക്കാൻ കഴിയണം. ഇത് സാധാരണയായി നമ്മുടെ ക്വാർട്ടർലി, ഹാഫ് ഇയർലി എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിമാൻഡ് കർവ് എന്താണ്, ലീനിയർ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് കർവിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അത് ഗ്രാഫിക്കലി നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഡിമാൻഡ് കർവിനെ അല്ലെങ്കിൽ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിമാൻഡ് ഏതൊക്കെയായിരുന്നു? 1 പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, 2 ഇൻകം ഓഫ് ദ കൺസ്യൂമർ, 3 പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, 4 ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. പ്രധാനപ്പെട്ട 4 ഫാക്ടേഴ്സ് ഇതാണ്. ഇതല്ലാതെ ഒരുപാട് ഫാക്ടേഴ്സ് വേറെയുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിൽ മാറ്റം വരുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിലും എന്ത് വരും? മാറ്റം വരും. അപ്പോൾ ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തിനെ നമുക്ക് പ്രധാനമായിട്ടും 2 ആക്കി തരംതിരിക്കാം. ഒന്നാമത് മൂവ്മെൻറ്റ് അലോങ് എ ഡിമാൻഡ് കർവ്, ഒരു ഡിമാൻഡ് കർവിലുണ്ടാകുന്ന മാറ്റങ്ങൾ. രണ്ടാമത്തത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്, ഡിമാൻഡ് വക്രത്തിൻ്റെ മാറ്റം. ഡിമാൻഡ് കർവ് മുഴുവനായിട്ട് തന്നെ എന്ത് ചെയ്യും? മാറും. ഇത്തരത്തിൽ 2 തരം മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തതാണ് മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ് കർവ്, ഒരൊറ്റ ഡിമാൻഡ് കർവിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇത് പ്രധാനമായും 2 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ് കർവ്, സെക്കൻഡ് വൺ കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് വക്രത്തിൻ്റെ വികാസം, ഡിമാൻഡ് വക്രത്തിൻ്റെ സങ്കോചം, ഇതാണ് ഇതിൻ്റെ മലയാളം. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ് കർവ്, എന്താണ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് കർവ്? ഇത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. അതായത് നമ്മൾ ഡിമാൻഡ് കർവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ നമ്മൾ 2 ആക്കി മാറ്റുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ്? പ്രൈസാണ്, ആ സാധനത്തിൻ്റെ വില. അത് നമ്മളൊരു ഭാഗത്തേക്ക് വെച്ചു.
ബാക്കി ഏതൊക്കെയാണ്? വരുമാനം, അതേപോലെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, മറ്റു സാധനങ്ങളുടെ വില, അതേപോലെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അഭിരുചി, താല്പര്യം. ഇത്തരത്തിലുള്ള ഘടകങ്ങളെ നമ്മൾ മറ്റൊരു ഭാഗത്തേക്കും വെച്ചു. അപ്പോൾ ഒന്നാമത്തത് പ്രൈസ്, രണ്ടാമത്തത് പ്രൈസ് അല്ലാത്ത മറ്റു ഘടകങ്ങൾ, നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞാൽ മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ് കർവ്, ഒരു ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തേതായിട്ടുള്ള പ്രൈസാണ്. വിലയിലുണ്ടാകുന്ന മാറ്റം കൊണ്ട് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ പറയുക മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ് കർവ്. ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ പ്രൈസ്. ഒരു സാധനത്തിൻ്റെ വിലയിൽ മാറ്റം വരുമ്പോൾ ഡിമാൻഡിൽ മാറ്റം വരും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ് കർവ് എന്ന് പറയാം. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തത് എന്താണ്? എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. അതിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയാം. ഒരു സാധനത്തിൻ്റെ വില പിയിൽ നിന്ന് P1 ആയിട്ട് കുറഞ്ഞപ്പോൾ അതിൻ്റെ ഡിമാൻഡ് എന്തായി? ക്യൂയിൽ നിന്ന് Q1 ആയി വർദ്ധിച്ചു. അതിനെ നമ്മൾ എന്ത് പറയും? എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയും. ഓക്കെ, അതേപോലെ അടുത്തത് എന്താണ്? കോൺട്രാക്ഷൻ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഒരു സാധനത്തിൻ്റെ വില പിയിൽ നിന്ന് P1 ആയി വർദ്ധിച്ചപ്പോൾ, പിയിൽ നിന്ന് P1 ആയി വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ഡിമാൻഡ് എന്തായി? ക്യൂയിൽ നിന്ന് Q1 ആയി കുറഞ്ഞു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പിയിൽ നിന്ന് P1 ആയി വർദ്ധിച്ചപ്പോൾ ക്യൂയിൽ നിന്ന് Q1 ആയി ഡിമാൻഡ് കുറഞ്ഞു. അതിനെ നമ്മൾ കോൺട്രാക്ഷൻ എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നതിനെ നമ്മൾ എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ് കർവ്, ഡിമാൻഡ് കർവിൻ്റെ വികാസം എന്ന് പറയും. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നതിനെ നമ്മൾ കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് കർവ്, ഡിമാൻഡ് കർവിൻ്റെ സങ്കോചം എന്ന് പറയും. ഇതാണ് ഒന്നാമത്തെ മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ് കർവ്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് ഷിഫ്റ്റിംഗ് ഡിമാൻഡ്. ഡിമാൻഡ് വക്രത്തിൻ്റെ മാറ്റം, ഡിമാൻഡിലെ മാറ്റം. ഇതുവരെ നമ്മൾ ഒരൊറ്റ ഡിമാൻഡ് കർവിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മാറ്റമാണ് പറഞ്ഞത്. രണ്ടാമത്തത് എന്താണ്? ഡിമാൻഡ് കർവ് മുഴുവനായിട്ട് മാറുകയാണ്. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചാടുക എന്നാണ്. ഡിമാൻഡ് കർവിൻ്റെ ചാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് എന്തിനായിരിക്കും? നേരത്തെ നമ്മൾ മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ് കർവ് പറഞ്ഞത് പ്രൈസിലുണ്ടാകുന്ന മാറ്റം കൊണ്ട് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം. ഇതെന്ന് പറയുന്നത് ദ ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. വിലയല്ലാത്ത മറ്റു ഘടകങ്ങളിലെ മാറ്റങ്ങൾ മൂലം ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയാം. വിലയല്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്? കൺസ്യൂമറുടെ ഇൻകം, മറ്റു സാധനങ്ങളുടെ വില, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇതിലുണ്ടാകുന്ന മാറ്റം മൂലവും ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവും. അതിനെയാണ് നമ്മളെന്ത് പറയുക? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തേത് എന്താണ്? ഇൻക്രീസിങ് ഡിമാൻഡ്, ഡിമാൻഡിൻ്റെ വർധനവ്. രണ്ടാമത്തത് ഡിക്രീസിങ് ഡിമാൻഡ്, ഡിമാൻഡിലെ കുറവ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇൻക്രീസിങ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ഇൻക്രീസിങ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലയല്ലാത്ത മറ്റു ഘടകങ്ങളിലെ മാറ്റം മൂലം ഡിമാൻഡ് വർദ്ധിക്കുന്നതിനെയാണ് ഇൻക്രീസിങ് ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, ഇൻക്രീസിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. വിലയല്ലാത്ത ഘടകങ്ങളിൽ മാറ്റം വന്നപ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻക്രീസിങ് ഡിമാൻഡ് എന്ന് പറയും. നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ഇനീഷ്യൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡി എന്നാണെന്ന് വിചാരിക്കുക. പ്രൈസ് എത്രയാണ്? P ആണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാണ്? Q ആണ്. വിലയിൽ യാതൊരു മാറ്റമില്ല, വില P തന്നെയാണ്. ഡിമാൻഡിൽ എന്ത് ചെയ്തു? മാറ്റം വന്നു. നോൺ പ്രൈസ് ഫാക്ടേഴ്സ്, വിലയല്ലാത്ത മറ്റ് ഘടകങ്ങളിലെ മാറ്റം മൂലം ഡിമാൻഡ് വർദ്ധിച്ചപ്പോൾ ഇതെന്ത് സംഭവിച്ചു? ഡി എന്നുള്ള ഡിമാൻഡ് കർവ് D1 ആയി വലതു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റിംഗ് അപ്വാർഡ് അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് റൈറ്റ് വാർഡ്, വലതു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ വിലയിൽ മാറ്റമില്ല, പക്ഷേ ഡിമാൻഡ് എന്തായി? വർദ്ധിച്ചു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻക്രീസിങ് ഡിമാൻഡ് എന്ന് പറയാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിക്രീസിങ് ഡിമാൻഡ് എന്തായിരിക്കും? ഡിക്രീസിങ് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. വിലയല്ലാത്ത മറ്റു ഘടകങ്ങളിലെ മാറ്റങ്ങൾ മൂലം ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഡിക്രീസിങ് ഡിമാൻഡ് എന്ന് പറയും. ഡിമാൻഡിൻ്റെ കുറവ് എന്ന് പറയും. പ്രൈസിൽ യാതൊരു മാറ്റവും ഇല്ല. നമ്മുടെ ആദ്യത്തെ ഡിമാൻഡ് കർവ് DD ആണ്. എത്രയായിരുന്നു ക്വാണ്ടിറ്റി ഡിമാൻഡ്? Q ആയിരുന്നു. പ്രൈസിൽ മാറ്റമൊന്നുമില്ല, പക്ഷേ മറ്റു ഘടകങ്ങളിലെ മാറ്റങ്ങൾ മൂലം ഡിമാൻഡ് എന്തായി? Qയിൽ നിന്ന് Q1 ആയി കുറഞ്ഞു. അപ്പോൾ നമ്മുടെ പുതിയ ഡിമാൻഡ് കർവ് ഏതായി? D1 ആയിട്ട് എങ്ങോട്ട് വന്നു?
താഴേക്ക് അല്ലെങ്കിൽ ഇടത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റിംഗ് ലെഫ്റ്റ് വാർഡ് ഓർ ഷിഫ്റ്റിംഗ് ഡൗൺ വാർഡ്, താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് ഡിമാൻഡ് കുറഞ്ഞു. അതിനെ നമ്മൾ എന്ത് പറയാം? ഡിക്രീസിങ് ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് മാറിപ്പോകരുത്. നമ്മൾ പറഞ്ഞു എന്ത്, മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ് കർവ് 2 തരത്തിലുണ്ട്, എക്സ്പാൻഷനും കോൺട്രാക്ഷനും, സങ്കോചം വികാസം. ഷിഫ്റ്റിംഗ് ഡിമാൻഡ് 2 തരത്തിലുണ്ട്, ഇൻക്രീസിങ് ഡിക്രീസ്, വർധനവ് കുറവ്. ഇങ്ങനെ 4 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ചസ് ഇൻ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഇതൊരു ഫ്ലോ ചാർട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തയ്യാറാക്കുക. ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, അതിൻ്റെ താഴെ മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ് കർവ് ആൻഡ് ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ്, അതിൻ്റെ താഴെ കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ, ഇൻക്രീസ്, ഡിക്രീസ്. അങ്ങനെ എന്ത് ചെയ്യാം? ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഡിമാൻഡ് കർവ് എന്താണ്, ലീനിയർ ഡിമാൻഡ് കർവ് എന്താണ്, ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ കൃത്യമായൊരു നോട്ട് നിങ്ങൾ തയ്യാറാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.